ഹായ് ഹലോ, എല്ലാവർക്കും സുഖമായിരിക്കുന്നില്ല അല്ലേ? അപ്പോൾ ഇന്നൊരു ടൊമാറ്റോ സോസ് ചെയ്യാം കേട്ടോ. നമ്മളെപ്പോഴും കടയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വാങ്ങുന്നൊരു സാധനമാണ് ടൊമാറ്റോ സോസ്. പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു സാധനമാണ് ഈ ടൊമാറ്റോ സോസ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടി വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് ആൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ കിട്ടും. നിങ്ങൾക്ക് ആദ്യമേ തന്നെ ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ 2 ടൊമാറ്റോയാണ് എടുത്തേക്കുന്നത്. അതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം വെള്ളത്തിലിട്ടിട്ട്. അപ്പോൾ ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലി കളയുക. തൊലി കളഞ്ഞിട്ട് ഇതിനെ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ എടുത്തേക്കുന്ന എമൗണ്ടിൽ 2 ടീസ്പൂൺ അളവേ ടൊമാറ്റോ സോസ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലധികം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നമ്മുടെ ടൊമാറ്റോ എടുക്കാം കേട്ടോ. അപ്പോൾ ടൊമാറ്റോനെ സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരിച്ചൊരു പാനിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു സോസ് പാനാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് ഒന്ന് അരിച്ച് അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കണം. ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴേക്കും ഒരു നുള്ളുപ്പും 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ച് നല്ല പറ്റിച്ചെടുക്കുക. ഒരു ക്രീം രൂപത്തിൽ, നല്ല പേസ്റ്റ് രൂപത്തിലാകുന്നവരെ നല്ലവണ്ണം പറ്റിച്ചെടുക്കുക. ഇങ്ങനെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിൽ മാറ്റി ഇട്ട് ചെയ്താൽ മതി കേട്ടോ. കരിഞ്ഞു പോവാണ്ട് ഇങ്ങനെ അടുക്കി പിടിക്കാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. കണ്ടോ? ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോ സോസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇത്രയും മതി കേട്ടോ. ഇത്രയും തിക്കായാൽ മതി. നമുക്കറിയാമല്ലോ ടൊമാറ്റോ സോസിൻ്റെ ഒരു പാകം. അപ്പോൾ ആ സമയത്ത് എടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മുഴുവനും കണ്ടിട്ട് മാത്രമേ ട്രൈ ചെയ്യാൻ തുടങ്ങാവൂ, ഇല്ലെങ്കിൽ ഫ്ലോപ്പായി പോകും. അപ്പോൾ മുഴുവനും കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക പ്ലീസ്. അതുപോലെ തന്നെ വീഡിയോൻ്റെ കമൻറ്റ് ഇടാൻ മറക്കരുതേ. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. അപ്പോൾ എല്ലാവരെയും അടുത്ത വീഡിയോയിൽ കാണാം. വീണ്ടും ഇതുപോലൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.